പത്രവാർത്തകൾ പറഞ്ഞു തരാൻ ഇന്ന് VS സനോജ് ആണ്. VS സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഒത്തിരി വാർത്തകളുണ്ട്, സൺഡേ സപ്ലിമെന്റ് ഒക്കെ ഉണ്ട്. എന്താണ് വിശേഷം? ഇന്ന് മൊത്തം മലയാള പത്രങ്ങൾ ലാലേട്ടൻ തൂക്കി എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം എല്ലാ പേജുകളും, ഒന്നാം പേജുകളും നടുപ്പേജ് എല്ലാം മോഹൻലാലാണ്. അപ്പോൾ മോഹൻലാലിന് കിട്ടിയ, അല്ലെങ്കിൽ മലയാളികളുടെ ആരാധകരെ സംബന്ധിച്ച് അവരുടെ പ്രിയപ്പെട്ട ലാലേട്ടന് കിട്ടിയ പുരസ്കാരം, രാജ്യത്തെ ഏറ്റവും വലിയ പരമോന്നതമായ സിനിമാ പുരസ്കാരം എന്ന് പറയാവുന്ന ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എല്ലാം വളരെ മനോഹരമായ തലക്കെട്ടുകൾ, ഒപ്പം ഉൾപേജുകളിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ ലാലേട്ടനെ ഓർക്കുന്ന, അല്ലെങ്കിൽ മോഹൻലാലിനെ ഓർക്കുന്ന ആ ഒരു വാർത്തകളും സമഗ്രമായി ഓരോരുത്തരുടെ ഓർമ്മക്കുറിപ്പുകളെല്ലാം അടങ്ങിയ ദിവസം എന്ന് തന്നെ പറയാം. അതും പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം അത് സംഭവിക്കുന്നു. പത്രങ്ങൾ, ആളുകൾ കുറച്ചുകൂടെ വിശദമായിരുന്ന് പത്രം നോക്കാൻ കഴിയുന്ന ഒരു ദിവസം ഇതുപോലൊരു വാർത്ത സംഭവിക്കുന്നു എന്നുള്ളതാണ് മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വാർത്തകൾ തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനം. പക്ഷേ രാജ്യത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ലോകത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട, അവരുടെ നിത്യജീവിതത്തെ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട, ഗുരുതരമായ എന്ന് പറയാവുന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനം അമേരിക്ക എടുത്തതാണ് ഇംഗ്ലീഷ് പത്രങ്ങളടക്കം, അല്ലെങ്കിൽ മലയാള പത്രങ്ങളടക്കം അതുപോലെ തന്നെ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. അമേരിക്കയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ട്രംപിനെ സംബന്ധിച്ച്, ട്രംപ് എടുത്ത തീരുമാനം ഇന്ത്യക്ക് അനുകൂലമല്ല. ആ തീരുമാനവും കൂടെ പ്രധാനപ്പെട്ട വാർത്തയായി വന്നിരിക്കുന്നു. ഒപ്പം അയ്യപ്പ സംഗമം ഇന്നലെ നടന്നു, അതിൻ്റെ വാർത്തകളുമുണ്ട്. ഏതായാലും ഞാൻ മോഹൻലാലിലേക്ക് പോവാം. മോഹൻലാലിന് ഫാൽക്കെ പുരസ്കാരം, ദ ലാൽ സാഹിബ് എന്നാണ് മലയാള മനോരമയുടെ ഒന്നാം പേജ് തലക്കെട്ട് എന്ന് പറയുന്നത്. മിന്നിച്ച ലാലേട്ടൻ എന്ന് മാതൃഭൂമി എഴുതിയിരിക്കുന്നു. ഓരോ പത്രവും അത് വളരെ കൗതുകകരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിന് ഫാൽക്കെ പുരസ്കാരം എന്ന് മാധ്യമം നൽകിയിരിക്കുന്നു. മോഹൻലാൽ ഫാൽക്കെ നിറവിൽ മോഹന വിസ്മയം എന്ന് കേരള കൗമുദി എഴുതിയിരിക്കുന്നു. അതുപോലെ ദീപിക, ദീപികയുടെ മെയിൻ തലക്കെട്ട് പറയുന്നത് വിസ്മയത്തുമ്പത്ത് എന്നാണ് ദീപിക നൽകിയിരിക്കുന്ന തലക്കെട്ട്. മെട്രോ വാർത്ത പരമോന്നതം എന്നാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് മെട്രോ വാർത്ത നൽകിയിരിക്കുന്ന തലക്കെട്ട്. ദേശാഭിമാനി ഉയരങ്ങളിൽ എന്ന് ദേശാഭിമാനി എഴുതിയിരിക്കുന്നു. അഭിമാനത്തോടെ മലയാള സിനിമ, അടൂരിന് ശേഷം ഈ ബഹുമതി ലഭിക്കുന്ന മലയാളി, പുരസ്കാരം മറ്റന്നാൾ സമ്മാനിക്കും, ഏറെ ഉൾപ്പുളകത്തോടെ ഈ നിമിഷത്തെ ഏറ്റുവാങ്ങുന്നുവെന്ന് മോഹൻലാലിൻ്റെ പ്രതികരണം. ഒപ്പം ഇന്ന് മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ മമ്മൂട്ടിയുടെ പ്രതികരണം കൂടെ അവർ ഒന്നാം പേജിൽ അതിനൊപ്പം ചേർത്തിരിക്കുന്നു. ഈ പുരസ്കാര വിവരം അറിഞ്ഞ് ചെന്നൈയിലെ വസതിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയായിട്ടുള്ള സുചിത്ര കേക്ക് നൽകുന്ന ഒരു ചിത്രം മാതൃഭൂമി നൽകിയിരിക്കുന്നു. മമ്മൂട്ടിയുടെ പ്രതികരണം കൂടെ ഒന്നാം പേജിൽ ചേർത്തിട്ടുണ്ട്. ഉൾപേജുകളിലെല്ലാം മോഹൻലാൽ മൊത്തം ഒരു സ്പ്രെഡെല്ലാം മോഹൻലാൽ തന്നെയാണ്. ലാൽ, നീ ഇനി എന്ത് തേടും എന്ന് പ്രിയദർശൻ ചോദിക്കുന്നതും, ലാൽ സാഹിബ് എന്ന് മോഹൻലാലിനെ കുറിച്ച് സത്യനന്ദിക്കാട് എഴുതിയിരിക്കുന്നതും, മമ്മൂട്ടി, ഉർവശിയും കലാമണ്ഡലം ഗോപിയും അടൂർ ഗോപാലകൃഷ്ണനും അടക്കം ഉള്ള വളരെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ മോഹൻലാലിനെ കുറിച്ച് ഈ പുകഴ്ത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അഭിനന്ദിച്ചുകൊണ്ട് ഫാൽക്കെ പുരസ്കാരത്തിൽ അദ്ദേഹത്തോട് വലിയ ആദരവ് പുലർത്തിക്കൊണ്ട് എഴുതിയ കുറിപ്പുകളുമൊക്കെ തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും എന്താ പറയുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സിനിമയിൽ ഇക്കാര്യം ഈ രീതിയിൽ ഒരു നടൻ എന്ന രീതിയിൽ അത് അർഹിക്കുന്ന ഒരു നടന് ലഭിച്ചിരിക്കുന്നു. ഏതായാലും മലയാളത്തെ സംബന്ധിച്ചും അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ഏതായാലും മോഹൻലാൽ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നു തോന്നുന്നു. മോഹൻലാൽ പൊതുവെ ഒതുക്കി പറയുന്ന ഒരാളാണ്, അതുകൊണ്ട് ഒരുപാടൊന്നും പറയാൻ സാധ്യതയില്ല. എന്തായിരിക്കും പറയാൻ പോകുന്ന പ്രതികരണം എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. ഏതായാലും ഞാൻ മറ്റു വാർത്തകളിലേക്ക് വരാം. വിസപ്പൂട്ട് എന്ന് മലയാള മനോരമ നൽകിയിരിക്കുന്നു. അത് രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. വിദേശികൾക്ക് US IT മേഖലയിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്നതിനുള്ള H1B വിസയുടെ ഫീസ് വർഷം $1 ലക്ഷം ആക്കി, ഏകദേശം 88 ലക്ഷം രൂപ. അതായത് ഈ 4.4 ലക്ഷത്തിൽ നിന്ന് 88 ലക്ഷത്തിലേക്ക് ഇന്ത്യക്കാർക്ക് വൻ തിരിച്ചടിയാണ്. ഇത്
മാധ്യമം നൽകിയിരിക്കുന്ന തലക്കെട്ട് വളരെ പ്രസക്തമായൊരു തലക്കെട്ടാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ഫ്രണ്ടാണ് എന്ന് പറയുകയും മോദിയുമായി വലിയ ബന്ധമാണെന്ന് പറയും. മോദി തിരിച്ചും നരേന്ദ്രമോദി പറയും അമേരിക്കയുമായിട്ട് വലിയ ബന്ധമാണെന്ന് പറയും. ഏതായാലും ഫ്രണ്ടിനിട്ട പണി കൊടുത്തിരിക്കുന്നു എന്നാണ് മാധ്യമം നൽകിയിരിക്കുന്ന തലക്കെട്ട്. ഫ്രണ്ടിന് പണി എന്നാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ. ഏതായാലും ഒന്നാം പേജുകളിൽ എല്ലാം ഈ വാർത്തയ്ക്ക് ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ഒരു വാർത്ത. കാരണം ഇത് നമ്മളെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നം തന്നെയാണ്. ട്രംപ് ഹൈക്സ് H-1B വിസ ഫീസ് ടു ആ വാർത്ത ഹിന്ദു അടക്കം എഴുതിയിരിക്കുന്നു. കാരണം ഇതൊക്കെ ഏതൊക്കെ തരത്തിലുള്ള പ്രത്യാഘാതങ്ങളുണ്ടാക്കും. ഒന്ന് നമുക്കറിയാം, ടാരിഫുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നം നിലനിൽക്കുന്ന സമയം ഈ പറയുന്ന പകരച്ചുങ്കം എങ്ങനെയാണ് രാജ്യത്തിൻ്റെ ഇക്കണോമിയെ ബാധിക്കുന്നത്, ഇവിടുത്തെ കയറ്റുമതിയെ ബാധിക്കുന്നത്, പ്രത്യേകിച്ച് സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെ ബാധിക്കുന്നത് എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഇരുട്ടടി പോലെ ഈ വിസ ഫീസ് കൂട്ടിയിരിക്കുന്നത്. ഇത് നയതന്ത്ര തലത്തിൽ വലിയ ഇഷ്യൂ ആവേണ്ടതാണ്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ മൈഗ്രേറ്റ് ചെയ്യുന്നവരെ വേറെ തരത്തിൽ ഒതുക്കുക, അല്ലെങ്കിൽ മൈഗ്രേഷനെതിരായിട്ടുള്ള ഒരു വലിയ നീക്കം അമേരിക്കയിലും ബ്രിട്ടനിലും നടക്കുന്നതിൻ്റെ ഒരു റെപ്പർക്കഷൻസ് എന്ന് പറയാവുന്ന തരത്തിലേക്കുള്ളൊരു നീക്കമായി തന്നെ ഏതായാലും ഇതിനെ കാണേണ്ടി വരും. മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ അയ്യപ്പ സംഗമം, അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും വലിയ കൗതുകം ഉണ്ടാക്കുകയും ചെയ്ത ഒരു കാര്യമാണ്. ഏതായാലും അയ്യപ്പ സംഗമം നടന്നിരിക്കുന്നു. അതിൻ്റെ മുഴുവൻ സവിസ്തരം ആയിട്ടുള്ള വാർത്തകൾ എല്ലാം തന്നെ എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്നു. വികസനം ചർച്ചയാക്കി അയ്യപ്പ സംഗമം എന്ന് മാതൃഭൂമി എഴുതിയിരിക്കുന്നു. ആശയ വഴി തുറന്ന് അയ്യപ്പ സംഗമം എന്നവർ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. ഭക്തി പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ട എന്ന് പിണറായി വിജയൻ പറഞ്ഞതായിട്ട് മാധ്യമത്തിൻ്റെ തലക്കെട്ടിൽ നൽകിയിരിക്കുന്നു. വിവാദ വിഷയങ്ങൾ പുറത്ത് എന്നും അവർ പറയുന്നു. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാൻ കർമ്മ പദ്ധതി എന്നാണ് ദേശാഭിമാനി. ഭേദചിന്തയില്ലാത്ത മതാതീത തീർത്ഥാടന കേന്ദ്രമാണെന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കും അവർ പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഒപ്പം കൗമുദിയും ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു. ക്ഷേത്രഭരണം വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണ് അവർ ഒന്നാം പേജിൽ പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർക്ക് ആദരവർപ്പിക്കുന്ന അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്ന ചിത്രമാണ് മനോരമ നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ഉപഹാരം മുഖ്യമന്ത്രിക്ക് നൽകുന്ന ചിത്രവും പത്രങ്ങൾ നൽകിയിരിക്കുന്നു. ഭഗവത്ഗീത ശ്ലോകം ചൊല്ലി പിണറായി ഒരു പടി കൂടി കയറണം തീർത്ഥാടനം, ആഗോള തീർത്ഥാടനം കേന്ദ്രം ലക്ഷ്യം എന്ന് മനോരമ ഉൾപേജിൽ പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം ഇന്ന് ഏഷ്യ കപ്പ് സൂപ്പർ 4-ൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടമുണ്ട്, അതിൻ്റെ വാർത്തകളുണ്ട്. ഒപ്പം നമുക്കെല്ലാം പ്രിയപ്പെട്ട സ്മൃതി മന്ദാനയുടെ റെക്കോർഡ് നേട്ടം, അതായത് ഒരു സൂപ്പർ സ്റ്റാർ എന്ന് മനോരമയുടെ സ്പോർട്സ് പേജിൽ എഴുതിയിരിക്കുന്നു. സ്മൃതിയെക്കുറിച്ച് മൂന്നാം വനിതാ ഏകദിനത്തിൽ ഇന്ത്യക്ക് 43 റൺസ് തോൽവിയാണെങ്കിലും സ്മൃതി മന്ദാനയ്ക്ക് 50 പന്തിൽ സെഞ്ചുറി എന്നുള്ള ആ വാർത്തയ്ക്ക് അവർ വലിയ പ്രാധാന്യത്തോടുകൂടെ അവർ നൽകിയിട്ടുണ്ട്. ഈ സ്മൃതി മന്ദാനയുടെ നേട്ടം നിരവധി തവണ സംഭവിച്ചതാണ്. റെക്കോർഡ് സ്മൃതി എന്നാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ഹൈ ടെൻഷൻ ഉള്ള ഒരു കളിയാണ് ഇന്ത്യ പാക് പോരാട്ടമെന്നും അവർ നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് കടന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അല്ലാതെ ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ സംഭവിച്ചത് കോർപ്പറേഷൻ BJP കൗൺസിലർ ജീവനൊടുക്കിയ വാർത്തയാണ് തിരുവനന്തപുരത്തെ. അത് ഇന്ന് ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തിൽ തന്നെയുണ്ട്. ഒപ്പം ഹിന്ദു മറ്റു വാർത്തകൾക്ക് ഇടം നൽകിയിരിക്കുന്നു. അത് ഒന്ന് ബീഹാർ അധികാർ യാത്ര എന്ന പേരിൽ RJD തേജസ്വി യാദവിൻ്റെ യാത്ര നടക്കുന്നുണ്ട്. ആ വാർത്ത ഇന്നവർ ഓൺ ലാസ്റ്റ് ഡേ ഓഫ് ബീഹാർ അധികാർ യാത്ര തേജസ്വി സീക്സ് പീപ്പിൾ സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത നൽകിയിരിക്കുന്നു. ഒപ്പം ഇന്ന് CPIയുടെ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അമർജിത് കൗറിൻ്റെ അവരിലേക്ക് ഒരു പക്ഷേ അഖിലേന്ത്യാ അധ്യക്ഷ പദവി വന്നേക്കും എന്നുള്ളൊരു സൂചന നൽകുന്നു. കാരണം D രാജയുടെ ആരോഗ്യം സംബന്ധിച്ച ചില ആശങ്കകളുള്ള സാഹചര്യത്തിൽ ആ വാർത്തയ്ക്ക് കൗമുദി പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നു. ജന്മഭൂമിയും വീക്ഷണവും അയ്യപ്പ സംഗമത്തെ അവതരിപ്പിച്ചിരിക്കുന്നതും കൂടെ പറയാം. അത് ഇന്ദ്രപ്രസ്ഥത്തിൽ അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറഞ്ഞ് നേരത്തെ മറ്റ് സംഘടനകൾ, ഹിന്ദു സംഘടനകൾ അടക്കം ചേർന്ന് ഡൽഹിയിൽ നടത്തിയിട്ടുള്ള അയ്യപ്പ സംഗമം ഇന്നലെ നടന്നിരുന്നു. അതാണ് ജന്മഭൂമിയുടെ ഒന്നാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി വന്നിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം പൊളിഞ്ഞുവെന്നാണ് ജന്മഭൂമി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. അയ്യപ്പ ശാപമെന്ന് വീക്ഷണം
പറഞ്ഞിരിക്കുന്നു. കോടികൾ മുടക്കി ആഗോള അയ്യപ്പ സംഗമ പ്രഹസനമായി അതിന് ആളുകൾ തീരെ വന്നില്ല എന്നുള്ള ഒരു ആംഗിളിലാണ് വീക്ഷണം ഏതായാലും അവതരിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം എനിക്കൊരു വളരെ കൗതുകകരമായി തോന്നിയത് ഇന്ന് ഞായറാഴ്ച പതിപ്പ് മലയാള മനോരമ മോഹൻലാൽ പതിപ്പാണ്. കാരണം ഒരുപക്ഷെ സാധാരണ ഈ സൺഡേ സപ്ലിമെൻ്റ് നേരത്തെ അച്ചടിക്കുന്നതാണ്, പക്ഷേ ഒരുപക്ഷെ അവരത് റീപ്രിൻ്റ് ചെയ്തതായിരിക്കും. ഇന്നലെ വൈകിട്ട് ഈ വാർത്ത വന്നതിന് ശേഷം ആ ഒരു പ്രൊഫഷണലിസം പൊതുവെ പുലർത്തുന്നൊരു പത്രം എന്ന നിലയ്ക്ക് ഇന്ന് മലയാളത്തിൻ്റെ ലാൽ വിലാസം എന്ന് മലയാള മനോരമ മോഹൻലാലിനെ വിശേഷിപ്പിക്കുന്ന രീതിയിലേക്ക് അത് വളരെ മനോഹരമായിട്ട് നൽകിയിട്ടുണ്ട്. ഒപ്പം മഞ്ജു വാര്യരടക്കം പ്രിയദർശനടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ നൽകിയിരിക്കുന്നു. ഏതായാലും വളരെ കൗതുകകരമായ വാർത്ത, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷിപ്പിക്കുന്ന വാർത്ത മോഹൻലാലിൻ്റെ വാർത്തയും ഒപ്പം നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നടക്കം ധാരാളം വിദ്യാർത്ഥികളും മറ്റ് IT രംഗത്തുള്ളവരൊക്കെ പോകുന്ന അമേരിക്കയിലേക്ക് പോകുന്ന ധാരാളം വലിയ രീതിയിലുള്ളൊരു മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇന്ത്യ എന്ന് പറയുന്ന. ഇന്ത്യൻ ഡയസ്പൊറ എന്ന് പറയുന്നത് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതാണ്. അവിടെ ഈ വിസയുമായി ബന്ധപ്പെട്ട് ഇത്തരം രീതിയിലേക്കുള്ള വലിയ തുക ഈടാക്കുന്ന രീതിയിൽ അങ്ങേയറ്റം ജനദ്രോഹപരമായിട്ടുള്ള ഒരു തീരുമാനം ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളൊരു ഖേദകരമായ വസ്തുതയുണ്ട്. ഏതായാലും ഇന്ത്യ പാക് മത്സരം ഉണ്ട്. ആ മത്സരം എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. മോഹൻലാൽ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ എന്ത് പറയുമെന്ന് നോക്കാം. മറ്റു വാർത്തകളുണ്ട്. കാലാവസ്ഥയും മഴയുള്ള ദിവസം കൂടിയാണ്. ഏതായാലും ഇന്നത്തെ ഞായറാഴ്ച വളരെ സന്തോഷകരമായിരിക്കട്ടെ എന്ന് ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് ആശംസിക്കുന്നു.